പിന്നെ ഇഞ്ചി വെച്ചിട്ട് ചെയ്യാൻ പോകുന്നതാണ്. അപ്പോൾ ഇഞ്ചി വെച്ചിട്ട് ക്ലീനിങ്ങിന് പറ്റും. അതേപോലെ തന്നെ നമുക്ക് കൊതുക്, പല്ലി, പാറ്റ, എലി എല്ലാത്തിനെയും ഒന്നിച്ച് തുരത്താനായിട്ട് പറ്റും. അപ്പോൾ അതിനായിട്ട് നമുക്ക് ഒരു കഷ്ണം ഇഞ്ചി മാത്രമാണ് ഞാൻ എടുക്കുന്നത്. അതൊന്ന് നല്ല രീതിയിലൊന്ന് ചതച്ചെടുക്കുക. ഇനി നമുക്ക് അതിൻ്റെ കൂടെ വേണമെങ്കിൽ കുറച്ച് വെളുത്തുള്ളിയും കൂടെ ഇട്ട് ചതച്ചെടുക്കാം. കാരണം വെളുത്തുള്ളിയും നല്ലൊരു എഫക്റ്റാണ്. പല്ലിയും പാറ്റയെല്ലാം ഉള്ള സ്ഥലത്തൊക്കെ നമുക്ക് സ്പ്രേ ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ അതൊന്നും ആ ഭാഗത്തോട്ടേ വരില്ല. അതിന് മത്ത് പിടിക്കും കേട്ടോ. ഈ ഒരു സ്പ്രേ നമ്മൾ അടിച്ചു കൊടുക്കുമ്പോൾ തന്നെ പല്ലിയുടെ ദേഹത്ത് വീണാലോ ആ പല്ലി വരുന്ന ഭാഗത്തൊക്കെ ഒഴിച്ചു കൊടുത്താൽ അതിനൊരു മത്ത് പിടിച്ചിട്ട് അതങ്ങ് ചത്തുപോയിക്കോളും കേട്ടോ. അപ്പോൾ ഇതേപോലെ വെളുത്തുള്ളി ഇഞ്ചിയും കൂടെ ഒന്ന് ചതച്ചെടുക്കുക. അപ്പോൾ ഇഞ്ചി തൊലി കളഞ്ഞാൽ നമുക്ക് നല്ല രീതിയിൽ ചതച്ചെടുക്കാനായിട്ട് പറ്റും കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഞാൻ തൊലി കളഞ്ഞിട്ട് ചതച്ചെടുക്കുന്നത്. അതിൻ്റെ ചാറ് പെട്ടെന്ന് ഇറങ്ങിക്കിട്ടും. ഇനി നമുക്ക് കുറച്ച് വെള്ളം അടുപ്പത്ത് വെച്ചിട്ട് തിളപ്പിക്കുക. അപ്പോൾ എത്രമാത്രം ആവശ്യമുണ്ടോ അതനുസരിച്ച് ഇതിൻ്റെയൊക്കെ അളവ് കൂട്ടുക. അപ്പോൾ ഞാൻ ഒരു കഷ്ണം ഇഞ്ചിക്ക് ഇതുണ്ട് ഒരു 3-4 ഗ്ലാസ് വെള്ളം എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ചതച്ച വെളുത്തുള്ളിയും ഇഞ്ചിയും അതിനകത്തോട്ട് ഇട്ട് കൊടുക്കാം. എന്നിട്ട് നല്ല രീതിയിൽ നല്ല രീതിയിൽ അതൊന്ന് അതിൻ്റെ ചാറെല്ലാം അതിനകത്ത് ഇറങ്ങി വരണം. തിളച്ച് ഉണ്ടോ ഇതേപോലെ ഒന്ന് കലക്കി കൊടുക്കുക. പെട്ടെന്ന് തന്നെ നമുക്ക് വെള്ളം തിളച്ച് കിട്ടും കേട്ടോ. എന്താ ഇപ്പോൾ തിളച്ച് വന്നിട്ടുണ്ട് കണ്ടോ. നല്ല രീതിയിൽ തിളച്ച് 2 മിനിറ്റ് അങ്ങനെ തന്നെ ഇടുക. അതിൻ്റെ സത്തെല്ലാം അതിനകത്തോട്ടൊന്ന് ഇറങ്ങിയതിന് ശേഷം ഈ വെള്ളം നമുക്കൊന്ന് അരിച്ചെടുക്കണേ. ഇതേപോലെ 2 മിനിറ്റ് ഇട്ടതിന് ശേഷം ഞാൻ ഓഫാക്കിയിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് ചെറിയ ചൂടോടെ തന്നെ ഇതിനകത്ത് അരിച്ചെടുത്തതിന് ശേഷം ചെറിയ ചൂടോടെ തന്നെ നമുക്കിതിനകത്തോട്ട് വിക്സോ ടൈഗർ ബാമോ എന്താണോ നമ്മുടെ കയ്യിലുള്ളത് ഏത് വേണേലും നമുക്ക് ചേർത്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഇത് വെച്ച് സ്പ്രേ ചെയ്യുകയാണെങ്കിൽ നമുക്ക് പല്ലി, പാറ്റ, എലി ഉള്ള സ്ഥലത്തൊക്കെ ഒന്ന് സ്പ്രേ ചെയ്ത് കൊടുക്കുക. ആ ഒരു സ്മെല്ല് ഇഞ്ചിയുടെയും വെളുത്തുള്ളിയുടെയും സ്മെല്ല് നിറഞ്ഞു നിൽക്കുകയാണ്. അപ്പോൾ ആ ഒരു സ്മെല്ല് കൊണ്ട് തന്നെയും പ്രത്യേകിച്ച് അതിനകത്ത് വിക്സോ ടൈഗർ ബാമോ നമ്മൾ എന്താണ് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ നമുക്ക് നമ്മൾ ഒരു ടിന്നെടുത്തിരിക്കുക. കാരണം നമ്മുടെ കിച്ചണിലൊന്നും ഉപയോഗിക്കാത്തൊരു ടിന്നെടുക്കുക. കാരണം ഈ ടൈഗർ ബാമിൻ്റെ മണം ഭയങ്കര ഒരു മണമാണ്. ആ പാത്രത്തിനകത്തൊക്കെ അത് ഒരു സ്മെല്ല് നിൽക്കും കേട്ടോ. അപ്പോൾ അതിനായിട്ട് ഞാൻ ഇതേപോലെ ഒരു ടിന്നെടുത്തിട്ടുണ്ട്. അതിനകത്തോട്ട് നമുക്ക് ആ ചൂടോടുകൂടി തന്നെ അതൊന്ന് ചേർത്ത് കൊടുക്കാം. അപ്പോൾ പെട്ടെന്ന് അലിഞ്ഞ് വരും. എന്നിട്ട് നമുക്കൊരു സ്പ്രേ ബോട്ടിനകത്തോ സാധാ കുപ്പി നമ്മളെ മൂടി ദ്വാരം ഇട്ടിട്ട് അതിനകത്ത് ഒഴിച്ചോ നമുക്ക് എവിടെ വേണമെങ്കിലും സ്പ്രേ ചെയ്ത് കൊടുക്കാം. ഇപ്പം ബാമെല്ലാം അലിഞ്ഞ് വന്നിട്ടുണ്ട്. അപ്പോൾ ഇതിനകത്ത് വെളുത്തുള്ളിയും അതേപോലെ ഇഞ്ചിയും പിന്നെ നമ്മൾ ചേർത്ത് കൊടുത്തത് ടൈഗർ ബാമോ ഇത് 3 മാത്രമേ ഉള്ളൂ. അപ്പോൾ ഇത് വെച്ച് നമുക്ക് പല്ലിയിരിക്കുന്ന കബോർഡിൽ കൂടുതലും ഫ്രെയിമിലൊക്കെ വന്നിരിക്കും. കിച്ചണിൻ്റെ ഗ്യാസ് അടുപ്പിൻ്റെയൊക്കെ അടുത്തായിട്ടൊക്കെ വന്നിരിക്കും കേട്ടോ. അപ്പം അവിടെ എല്ലാം ഇതേപോലെ അടിച്ചു കൊടുക്കുക. ഫ്രെയിമിൻ്റെ ഇടയിലൊക്കെയാണ് കൂടുതലും വന്നിരിക്കുന്നത് ഫോട്ടോയുടെയൊക്കെ. അപ്പോൾ അതേപോലെ ജനലിൻ്റെ ഭാഗത്ത് കർട്ടൻ്റെ ഇടയിലൊക്കെ ഇതേപോലെ ഒന്ന് സ്പ്രേ ചെയ്ത് കൊടുക്കുക. അതേപോലെ തന്നെ നമ്മുടെ വാഷ് ബേസിനിൽ ഒഴിച്ചു കൊടുക്കുക. അതിനകത്ത് വരുന്ന ചെറിയ പ്രാണികളൊക്കെ ചത്തുപോകും.